ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് തലവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു നാച്ചുറൽ ഹോം റെമഡിയാണ്. ഇതിൽ രണ്ട് രീതി ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടും ഗ്രാമ്പ് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഏത് തരം തലവേദനക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ യാത്ര ചെയ്താലുണ്ടാവും, അതുപോലെ ഉറക്കം കളഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാവില്ലേ. ആ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും പാരസിറ്റാമോളോ അല്ലെങ്കിൽ പെയിൻ കില്ലറൊക്കെ ആയിട്ടേക്കാരല്ലേ കഴിക്കുക. അപ്പോൾ അതൊക്കെ ഭയങ്കര കേടാണ്. അപ്പോൾ അതിന് പകരം ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും മാറ്റം കാണും. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് രീതി കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ഗ്രാമ്പ് തന്നെയാണ്. അപ്പോൾ ഗ്രാമ്പിൻ്റെ ഈ ഒരു മൊട്ടുണ്ടല്ലോ, ഈ ഒരു തുഞ്ചത്ത്, ആ മൊട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു മൊട്ടില്ലാത്തതുണ്ടല്ലോ അത് എടുക്കുക ചെയ്യരുത്. അപ്പം അതുകൊണ്ട് വലിയ കാര്യമില്ല. അതിൻ്റെ തുഞ്ചത്ത് ഇങ്ങനെ മൊട്ടുള്ളത് മാത്രം മാറ്റി എടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു 5-6 എടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലെ കണക്കിനനുസരിച്ചാട്ടോ ഇത് പറയണത്. അപ്പോൾ ഒരു ഗ്ലാസ് കഷായം അഥവാ നമുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 5-6 എടുക്കുക. ചെറുതാണെങ്കിൽ 7 ആവാം, അല്ലെങ്കിൽ 5-6 മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു ഇഞ്ചിക്കല്ലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ പൊടിക്കണ സമയത്ത്. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് രീതി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൻ്റെ തുണി എടുക്കുക, ഒരു ചതുര കഷ്ണത്തിലുള്ള കോട്ടൻ്റെ തുണി എടുക്കുക. അപ്പോൾ അതുപോലെ ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു പൊടി സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറച്ച് പൊടി മതി കേട്ടോ. അതിനുശേഷം ഇതൊരു ചെറിയ കീയായിട്ട് എടുക്കുക. നമ്മളിതൊരു നൂലുകൊണ്ട് ഇങ്ങനെ കീയാക്കിയിട്ട് നൂലുകൊണ്ട് കെട്ടിക്കൊടുക്കുക. അതുപോലെ കീയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് തലവേദന വരുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ മണത്താൽ മതി. ഇങ്ങനെ നമുക്ക് തലവേദനയ്ക്ക് ഭയങ്കര ആശ്വാസം കിട്ടും. ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. നമുക്കിങ്ങനെ മണക്കുക, ഇടയ്ക്കിടയ്ക്ക് മണത്താൽ അതിങ്ങനെ ശരിയായിക്കോളും. ഇനി നെക്സ്റ്റ് രീതി പറഞ്ഞു തരാം. ഇനി നമ്മൾ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ചായ എന്നല്ല, ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്കാണ് ഞാൻ ഒരു 5-6 ഗ്രാമ്പ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഗ്ലാസ്സോളം ഉണ്ട് വെള്ളം. ഇനി നമുക്കിത് 1/2 ഗ്ലാസ്സാണ് വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അങ്ങനെ ഇത് നമുക്ക് 1/2 ഗ്ലാസ് ആണ സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ചെറു ചൂടിൽ ഇത് കുടിച്ചാൽ ഒരു ദിവസം ഒരു നേരം കുടിക്കുക. അങ്ങനെ ആഴ്ചയിൽ 4 ദിവസം കുടിച്ചാൽ തന്നെ നമുക്കിപ്പോൾ മൈഗ്രെയിനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മാറിക്കിട്ടും. അല്ല ചിലർക്ക് എന്ത് കാട്ടിയാലും ഉണ്ടാവില്ലേ തലവേദന, ആ സമയത്തൊക്കെ ഇങ്ങനെ കുടിക്കുക. ഒരു ദിവസം ഒരു നേരം തന്നെ കുടിച്ചാൽ മതി. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇതേപോലെ ചെയ്തെങ്ങാണ്ട് കുടിക്കുക. ഇപ്പം നല്ലൊരു ഹോം റെമഡിയാണ്, നല്ല നാച്ചുറലായ ഹോം റെമഡിയാണ്. പിന്നെ ഇത് തലവേദനക്ക് നല്ല, അപ്പം പല്ലുവേദന ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കീയായി കെട്ടിയില്ലേ, അത് ഇങ്ങനെ കീയായി കെട്ടിയിട്ട് നമുക്കിപ്പോൾ പൊത്തൊക്കെ ആണെങ്കിൽ അവിടെ അത് പിടിച്ചിങ്ങനെ കടിച്ച് പിടിച്ചാൽ തന്നെ പല്ലുവേദന മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.